ഇന്നലെ വാർത്താ ചാനലും 24 ഒക്കെ കണ്ട നിങ്ങൾക്ക് മനസ്സിലായി കാണും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം 70% കടന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആശ്വാസം മുന്നണികൾക്കെല്ലാം ഉണ്ട്. എന്നാൽ പോളിംഗ് കുറഞ്ഞത് ചില സ്ഥലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. എന്തായാലും മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ പ്രസ്റ്റീജാണ്, വളരെ നിർണായകമാണ് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് ഫലം. കാരണം ഒരുപാട് അവകാശവാദങ്ങളൊക്കെ ഈ മുന്നണികളെല്ലാം നടത്തിയിട്ടുണ്ട്. ചിലർ കാശിക്ക് പോയിക്കളയും എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് തത്സമയം ചേരുകയാണ്. നിഖിൽ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ വലിയൊരു ഉത്സവം കഴിഞ്ഞു. പൂരപ്പറമ്പിൽ ഇനി പടക്കത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ അല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ കൊച്ചു കൊച്ചു പടക്കങ്ങൾ പൊട്ടുന്നുണ്ടോ ഇപ്പോഴും? പറയൂ. എസ്കെൻ, തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു മാസക്കാലം എന്ന് പറയുന്നത് എന്താ പറയുക, വിവാദ കലുഷിതമായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് സാധാരണ ചർച്ചയാകേണ്ടത്, സ്ഥാനാർത്ഥികളൊക്കെ ആഗ്രഹിക്കുന്നത് വികസനം മുരടിപ്പ് അങ്ങനെയൊക്കെ ആണെങ്കിൽ പാലക്കാട് ചർച്ച ചെയ്ത അത്രയും വിവാദങ്ങളായിരുന്നു. ആദ്യം ഈ സരിൻ്റെ കൂടുമാറ്റത്തിന് പിന്നാലെ തുടർന്ന് ഇങ്ങോട്ട് വിവാദ പെരുമഴ തന്നെയായിരുന്നു. ട്രോളി ബാഗ് വിവാദം, ഇരട്ട വോട്ട് വിവാദം, ഏറ്റവും ഒടുവിൽ പത്രപരസ്യ വിവാദം, അതൊക്കെ വിവാദമായി മാറുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ദിവസങ്ങളും നീട്ടിവെച്ചു. അതായത് 13-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിടത്ത് നിന്ന് ഈ കൽപ്പാത്തി രഥോത്സവത്തിന് 1-ാം തീയതി കാരണം 20-ാം തീയതിയിലേക്ക് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. അപ്പോൾ കുറച്ച് ദിവസം കൂടി പ്രചരണത്തിനിട്ടി. ആ പ്രചരണ ദിവസങ്ങളിലും വിവാദങ്ങൾ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഇന്നലെ ജനം വിധി എഴുതി. വിവാദങ്ങൾ ജനങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് മറ്റന്നാൾ അറിയാൻ കഴിയും. പക്ഷെ പോളിംഗ് കാര്യമായി ഉയരാത്തത് മൂന്ന് മുന്നണികൾക്കും ആശങ്ക തന്നെയാണ്. മിനിഞ്ഞാന്ന് രാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മുടെ ഞാൻ നമ്മുടെ ഓഫീസൊക്കെ ഇരിക്കുന്ന മേഖല ന്യൂ സിവിൽ നഗറിലൊക്കെ പ്രചരണത്തിന് വന്നപ്പോൾ നമ്മുടെ ഓഫീസിലും വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു 10,000-നടുത്ത് അല്ലെങ്കിൽ 10,000-ന് പുറത്തൊക്കെ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് UDF ക്യാമ്പൊക്കെ പറഞ്ഞത്. പക്ഷേ ഇന്നലെ ആകുമ്പോഴേക്കും അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ നേതാക്കളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അത്ര ഉണ്ടായില്ലെങ്കിലും വിജയിക്കും, ഒരു കംഫർട്ടബിൾ മെജോറിറ്റി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും തെറ്റില്ലാത്തൊരു ഭൂരിപക്ഷം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. BJP ക്യാമ്പാകട്ടെ വലിയ ആത്മവിശ്വാസത്തിലാണ് സ്കൈൻ. അവർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. ഞങ്ങൾ വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയുകയാണ്. കെ സുരേന്ദ്രൻ്റെ പോസ്റ്റ് അടക്കം ഇതിനോടകം തന്നെ വന്നും കഴിഞ്ഞു. അപ്പോൾ എന്തായാലും LDF ക്യാമ്പ് അല്പം കൂടി അവർ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ഒരല്പം കൂടി നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത്തവണ സംഭവിച്ചൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് പഞ്ചായത്ത് തിരിച്ചുള്ള കണക്കുകൾ ഇതുവരെ ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല. അത് ബൂത്ത് ഏജന്റുമാരിൽ നിന്നും മറ്റും നമ്മൾ കളക്ട് ചെയ്ത വിവരങ്ങൾ മാത്രമാണ് നിലവിലത്തെ സാഹചര്യത്തിലുള്ളത്. സാധാരണ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ നൽകാറുണ്ട്. ഇന്നലെ പക്ഷേ അതുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് മേഖലയിലാണ് പോളിംഗ് കുറഞ്ഞത് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായി വിവരങ്ങൾ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നിരിക്കെ പോലും നഗരസഭയിലടക്കം, അതായത് BJPക്ക് വലിയ സ്വാധീനമുള്ള നഗരസഭയിലടക്കം കാര്യമായപ്പോൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള പോളിംഗ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ അത് തിരിച്ചടിയാകാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും BJPക്ക് തന്നെയായിരിക്കും. മാത്രമല്ല കൽപ്പാത്തി പോലെയുള്ള മേഖലകളിലൊക്കെ പോളിംഗ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇനിയിപ്പോൾ കൂട്ടിക്കിഴിക്കലുകളുടെ മണിക്കൂറുകളാണ്. ഇന്നലെ തന്നെ LDF കണക്കുകൾ എടുത്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സംഘടനാ സംവിധാനം അത്രമേൽ ശക്തമായതിനാൽ വളരെ വേഗത്തിൽ തന്നെ അവർക്ക് കണക്കുകൾ ലഭിക്കുന്നുണ്ട്. ആ കണക്കുകൾ ലഭിക്കുന്ന അവരുടെ ഒരു റെസ്പോൺസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ പറയുക, കഴിഞ്ഞ തവണത്തെ സാഹചര്യത്തിൽ നിന്ന് അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. അരുൺ മുട്ടട പറയുന്നു. SKN, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ, സുഖമായിരിക്കുന്നല്ലോ? മണിപ്പൂരിലെ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നേരിട്ട് പോയി വാർത്തകൾ പുറം ലോകത്തെ അറിയിക്കുന്ന 24 റിപ്പോർട്ടർ വിനീത VG തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്നു. നമ്മുടെ വാർത്താ സംഘം മണിപ്പൂരിൽ തുടരുകയാണ്.